നമസ്കാരം. ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. സംവിധായകൻ രഞ്ജിത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു രഞ്ജിത്തുമായുള്ള കേസ് എടുത്തിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉദയംപേരൂർ പോലീസ് സ്റ്റേഷനിലാണ് കേസെടുത്തത്. അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ലോ ആൻഡ് ഓർഡർ എന്ന സിനിമയിൽ വെച്ച് നടിയോട് അപമര്യാദയായി പെരുമാറിയെന്നാണ് നമുക്ക് കിട്ടുന്ന വാർത്ത. ക്യാരവാനിൽ വെച്ച് ഈ നടിയോട് അപമര്യാദയായി പെരുമാറി. ഇതുമായി ബന്ധപ്പെട്ട് വനിതാ പോലീസിന് പരാതി നൽകി ഈ നടി. അത് പിന്നീട് കമ്മീഷനിലേക്ക് എത്തുന്നു. കമ്മീഷണർ അത് ഉദയംപേരൂർ CIക്ക് കൈമാറി. CI അത് സെൻട്രൽ പോലീസിന് കൈമാറി SI. അങ്ങനെ പ്രത്യേക ഒരു സ്ക്വാഡ് രൂപീകരിച്ച് അന്വേഷണം നടക്കുകയായിരുന്നു. ഒരു മാസം മുമ്പാണ് FIR ഇട്ടത്. FIR ഇട്ട അന്വേഷണം നടക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഇന്ന് അദ്ദേഹം ഹൈറേഞ്ചിലേക്ക്, ഇടുക്കിയുടെ ഹൈറേഞ്ചിലേക്ക് യാത്ര ചെയ്യുന്ന മധ്യേ വെച്ച് സ്പെഷ്യൽ സ്ക്വാഡ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അവിടെ വെച്ച് പോലീസ് സ്റ്റേഷനിലെടുത്ത് ചോദ്യം ചെയ്തതിനു ശേഷം കൊച്ചിയിൽ നിന്നും പോലീസ് സംഘം എത്തി അദ്ദേഹത്തെ ഉദയംപേരൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ് എത്തിക്കുന്നത്. എന്തായാലും ഇതിന് മുമ്പും ഇത്തരമൊരു കേസുണ്ടായി. 2 കേസുകളാണ് ഉണ്ടായത്. അത് പിന്നീട് കോടതി ശരിയല്ല, തെറ്റാണെന്ന് കണ്ടെത്തി അദ്ദേഹത്തെ വെറുതെ വിട്ട ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഇതിപ്പോൾ വലിയ ഗൗരവത്തോടു കൂടിയാണ് പോലീസ് കൈകാര്യം ചെയ്തതെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. കാരണം ഇപ്പോൾ സർക്കാരിൻ്റെ ഭരണത്തിൽ പോലുമല്ല ഇത്. ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ഇപ്പോൾ പോലീസിനെ നിയന്ത്രിക്കുന്നവരെ ഇലക്ഷൻ കമ്മീഷനാണ്. അതിൻ്റെ നടപടിക്രമവുമായി മുന്നോട്ട് പോകുന്നു. എന്നാൽ സർക്കാരിനൊന്നും ഇടപെടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളതെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. കുറേ നാളുകളായി ഈ സിനിമ ഷൂട്ടിംഗ് ആരംഭിച്ചത്. ലോ ആൻഡ് ഓർഡർ ഈ ഒരു പോലീസ് സബ്ജക്റ്റാണ് ഈ സിനിമയിൽ ഉള്ളതെന്നാണ് എനിക്ക് കിട്ടുന്നത്. ആ സിനിമയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് വരെ ഷൂട്ട് നടന്നിരുന്നു. പല സ്ഥലങ്ങളിൽ ഷൂട്ട് നടന്ന സിനിമയാണ്. അങ്ങനെയാണ് ഫോർട്ട് കൊച്ചിയിൽ വെച്ച് ഷൂട്ടിംഗ് നടക്കുന്നതിനിടയിൽ, കൊച്ചിയിൽ വെച്ച് ഷൂട്ട് നടക്കുന്നതിനിടയിൽ ഇത്തരമൊരു അനുഭവം ഉണ്ടായതും ഈ നടി പരാതിപ്പെടുകയും ചെയ്തത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പാണ് FIR എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാളെ 5 മണിക്കുള്ളിൽ കോടതിയിൽ ഹാജരാക്കണം. കാരണം ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയ സമയമെടുത്ത് 5 മണിക്കുള്ളിൽ കോടതിയിൽ ഹാജരാക്കണം. ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും മലയാള സിനിമയ്ക്ക് വലിയൊരു നാണക്കേട്ടിലേക്ക് തന്നെ പോകുന്നു വീണ്ടും എന്ന് വേണം പറയാൻ. ഇദ്ദേഹത്തിനെതിരെ ഇതിനു മുമ്പ് പരാതി ഉണ്ടായപ്പോൾ വലിയ വിവാദങ്ങളാണ് ഉണ്ടായത്. ഇതിന് തൊട്ട് പിന്നാലെ വീണ്ടും ഇദ്ദേഹത്തിൻ്റെ ഇത്തരമൊരു കേസുണ്ടാവുമ്പോൾ അത് വലിയ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇദ്ദേഹം കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ഈ സിനിമയെ ബന്ധപ്പെട്ട് ഷൂട്ടിംഗ് നടന്നു. രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിയ വീഡിയോ വരെ പുറത്തു വന്നിട്ടുണ്ട്. ഇതിനു മുമ്പും പല സ്ഥലങ്ങളിലും ഈ സിനിമ ഷൂട്ട് നടന്നിട്ടുണ്ട്. എന്തായാലും കൊച്ചിയിൽ വെച്ചുണ്ടായ സംഭവത്തിൽ ഇപ്പോൾ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ജാമ്യമില്ലാ വകുപ്പാണ് FIRൽ ചേർത്തിരിക്കുന്നത്. 1 മാസം മുമ്പാണ് FIR ഇട്ടിരിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് ജനുവരി മാസത്തിലായിരുന്നു എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ. ജനുവരിയിൽ നടന്ന സംഭവമാണ്. അതിനുശേഷം പരാതിപ്പെടുകയും പിന്നീട് 1 മാസം മുമ്പ് FIR ഇടുകയും ചെയ്ത കേസിൻ്റെ പ്രകാരം ഇപ്പോൾ സംവിധായകൻ രഞ്ജിത്തിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു.